വല്യുഞ്ഞേ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ മനസ്സെന്താ കല്യാണി? കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിനക്ക് ഒരു വിഷമം തോന്നില്ലേ? നീ ഇതെങ്ങനെ സഹിക്കുന്നു കല്യാണി? അതെ, സഹിക്കാവുന്നതിനപ്പുറത്തായിട്ട് പുതുതായിട്ട് ഇപ്പൊ എന്താണ്ടേ? അമ്മ നടത്തിയൊരു വലിയ പരീക്ഷണം നേരിട്ട് വന്നവളാ നീ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ പ്രൗഢി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിലും മഹത്തായ ഒരു കാര്യം നീ ചെയ്തിട്ട് വന്നു. ഒരു പെൺകുട്ടിക്ക് താലിഭാഗ്യം കൊടുക്കാന്ന് പറഞ്ഞ അതൊരു നിസാര കാര്യമല്ല കല്യാണി. എന്നിട്ടും നിന്നെ അഭിനന്ദിക്കുന്നതിന് പകരം അമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എത്ര ക്രൂരമായിട്ട് നിന്നെ അപമാനിച്ചത്. ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ മനസ്സ് എന്തുകൊണ്ട് വേദനിക്കുന്നില്ല? അതാ എന്റെ ചോദ്യവും സംശയവും. അതെ, എല്ലാ വിജയങ്ങളിലും സന്തോഷിക്കണമെന്നല്ലേ വല്യുഞ്ഞനോട് പറഞ്ഞിരിക്കണേ? അതെ, ഞാനിപ്പോ വിജയിച്ചു നിൽക്കുന്ന അവസ്ഥയിലാ, അതുകൊണ്ടായിരിക്കും വേദന തോന്നാത്തത്. പ്രൊജക്ട് നേടിക്കൊടുത്തിട്ടും അമ്മ നൽകിയ കുത്തുവാക്കുകൾ കൊണ്ടുള്ള പാരിതോഷികം അതിപ്പോ കേട്ടതല്ലേ ഉള്ളൂ. എന്നിട്ടും അതൊന്നും എന്നെ ഇപ്പൊ മുറിവേൽപ്പിക്കുന്നേ ഇല്ല. എനിക്ക് വേദനിക്കില്ല. പ്രോജക്റ്റ് നേടിയതിനേക്കാളും വലിയൊരു വിജയത്തിന്റെ സന്തോഷത്തിലാ ഞാനിപ്പോ. ആരുടെ മുന്നിലും തോൽക്കരുതെന്ന് ഞാൻ വിചാരിച്ച ഒരാള് ഇവിടെ വിജയിച്ചു നിൽക്കുക, അതാണ് എന്റെ സന്തോഷം. മനസ്സിലായില്ല? കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ദൈവമല്ലേ അഖില മാഡം? അത് ഞാൻ വല്യുഞ്ഞനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ആ ദൈവം ഇവിടെയും വിജയിച്ചു. ആ വിജയോ എന്റെയും വിജയം. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല കല്യാണി. അത് പ്രജകൾക്ക് ദൈവങ്ങളുടെ പരീക്ഷണങ്ങളെ നേരിട്ടേ മതിയാവൂ. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ എന്റെ ദൈവം ഒരിടത്തും തോൽക്കരുത്. ആരുടെ മുമ്പിലും തലകുനിക്കാനും പാടില്ല. അതെനിക്ക് സഹിക്കില്ല. എനിക്കിപ്പോ എന്റെ അമ്മയോട് സഹതാപോ കല്യാണി തോന്നുന്നത്. എന്തിന്? എന്റെ അമ്മയ്ക്ക് ഇതുവരെ നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന സഹതാപം. ആ അതെ, എന്നെ തിരിച്ചറിയാഞ്ഞിട്ടൊന്നുമല്ല അത്. മാഡത്തിന്റെ മനസ്സിനെ ഇപ്പോഴും അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അത്ര വലിയ ദ്രോഹമല്ലേ ഞാൻ മാഡത്തിനോട് ചെയ്തത്? അമ്മയ്ക്ക് കിട്ടേണ്ട ഈ സ്നേഹത്തിന്റെ പകുതി ഞാനിങ്ങ് തട്ടിയെടുത്തില്ലേ? മകനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയാ? കണക്കുകൂട്ടി നോക്കുമ്പോ നഷ്ടം അമ്മയ്ക്ക് തന്നെയാ. എത്ര ജന്മം തപസിരുന്നാലും എത്ര പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തിയാലും ഏതൊരമ്മയ്ക്ക് കിട്ടും നിന്നെപ്പോലൊരു മരുമകളെ? എന്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു നിധിയാ നീ എന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന് തിരിച്ചറിയും. ഏതായാലും അമ്മയുടെ ഈ പെരുമാറ്റത്തിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. എങ്ങനെ? അച്ഛനിപ്പം നിശബ്ദത പാലിക്കുക. ഞങ്ങള് ചോദിച്ചതിന് അച്ഛൻ എന്തൊരു മറുപടി പറയാത്ത അച്ഛാ? അമ്മ ഈ കാണിക്കുന്ന മര്യാദയാണോ അച്ഛൻ? കനേഡിയൻ കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് വന്നത് അഖിലാന്റി അല്ലേ? കോടികളുടെ ലാഭം കിട്ടുന്ന ആ ബിസിനസ്സിൽ കല്യാണി ഒരു പ്രോജക്ട് അവതരിപ്പിച്ച് വിജയിച്ച കല്യാണിയെ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി അംഗീകരിക്കാമെന്ന് പറഞ്ഞത് അഖിലാന്റി അല്ലേ? അച്ഛ, പലർക്കും അപ്രാപ്യമായ പ്രൊജക്ട് കല്യാണി അവതരിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്തു. എന്നിട്ടൊന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് അമ്മ നിലപാട് മാറ്റിയില്ലേ? ഇത് ഇപ്പോഴല്ല, ഇതിനു മുമ്പ് പല ആവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഖിലാന്റിയെ പോലെ ഒരാൾക്ക് ചേർന്നതാണോ? അല്ല അങ്കിള് പറയ്. പറയുന്ന വാക്കുകൾ കൃത്യമായും പാലിക്കുന്നവളാണ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന് കേട്ടുകേൾവി മാത്രമാണോ അങ്കിൾ? അരവിന്ദിനോട് നന്ദനയോട് ഞാൻ എത്രയോ തവണ പറഞ്ഞതാ,
നമ്മുടെ അമ്മ കല്യാണിയെ ഈ ജന്മത്ത് അംഗീകരിക്കില്ല. അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട. ഈ അവസരം കിട്ടുമ്പോഴൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കല്യാണി ഇങ്ങനെ അപമാനിക്കുന്നത് എന്തിനാ? എനിക്ക് അതാണ് അച്ഛൻ മനസ്സിലാവാത്തത്. ഇപ്പൊ തന്നെ അഖിലാന്റിയുടെ അഭിമാനം സംരക്ഷിക്കാനല്ലേ കല്യാണി ആ വിവാഹ സ്ഥലത്ത് പോയത്? വലിയൊരു മാനക്കേടിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിച്ച കല്യാണിക്ക് പാരിതോഷികമായിട്ട് കൊടുത്ത വാക്കുകൾ കേട്ടോ നിങ്ങള്. നിന്റെ കുടുക്കിയും തകരപ്പെട്ടിയും പൊട്ടിച്ച കാശ് വേണ്ടാത്രേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് അമ്മോടുള്ള കുടുക്കയും വഞ്ചിയും പൊട്ടിച്ച പണമല്ല അവൾ അവർക്ക് കൊടുത്തത്. അവളുടെ അക്കൗണ്ടിൽ ഞാൻ പോലും എടുക്കാതിരുന്ന തുകയിൽ നിന്ന് അവൾ ആ ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുത്തത്. എന്നോട് ആലോചിച്ചിട്ട് തന്നെയാ അങ്ങനെ ചെയ്തത്. അച്ഛാ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കനേഡിയൻ കമ്പനിയുടെ ബിസിനസ് ഉറപ്പിച്ചു. ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ച് അത് നേടിക്കൊടുത്ത കല്യാണി ഇപ്പൊ ഔട്ട് അല്ല അച്ഛാ? അച്ഛൻ മനുഷ്യൻ ഇങ്ങനെ നെറുകേട് കാണിക്കരുത്. അല്ല, അച്ഛനൊന്നും പറയാനില്ലേ? എന്താ അച്ഛൻ അമ്മയുടെ മനസ്സിലുള്ളത്? അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ അച്ഛനും അമ്മ പറയുന്നത് ശരിവെക്കാണോ? അച്ഛ, തെറ്റ് തെറ്റാണെന്നും ന്യായം ന്യായമാണെന്നും പറയണം. അത് ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ ഇടം വേണം. അല്ലാതെ അച്ഛനിങ്ങനെ അന്തമായിട്ട് അമ്മയെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അച്ഛ, അച്ഛന്റെ മൗനമാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്കിളിന് ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? വാ ബ്രോ. അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അങ്ങനെയാണല്ലോ. തെറ്റ് അമ്മയുടെ ഭാഗത്താണെങ്കിൽ അച്ഛൻ അമ്മയെ തള്ളി പറയില്ലല്ലോ. അച്ഛന്റെ മിണ്ടാവൃത്തം അങ്ങനെ തുടരട്ടെ. മാറി ബ്രോ. സ്വയം തീരുമാനം എടുക്കാൻ കഴിയാത്തവരും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം മാത്രമാണെന്ന് അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ പറഞ്ഞത് അച്ഛനോട് തിരിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. വാ ബ്രോ, അന്നാ തന്നെ പോവാ. സാറേ, അരവിന്ദ് സാർ, സാറേ. ഈ അരവിന്ദ് എന്താ ഫോൺ എടുക്കാത്ത? എന്താ ഇത്? ആകെ ടെൻഷൻ ആവുന്നല്ലോ. ഹലോ. ആ ഹലോ. എന്താ അരവിന്ദ് ഫോൺ എടുക്കാത്ത? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഞാൻ അച്ഛൻ കിടക്കുന്ന മുറിയിലായിരുന്നു. അപ്പോ ഫോൺ സൈലന്റിലായിരുന്നു. പിന്നെ ഞാനിപ്പോ ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അങ്കിളിന് എങ്ങനെയുണ്ട് അരവിന്ദ്? ഒരു വിവരം അറിയാതെ വിഷമിക്കായിരുന്നു ഞാൻ. അല്ല, 2 ദിവസത്തേക്ക് ഡോക്ടർ ഒബ്സർവേഷൻ പറഞ്ഞിരിക്കുക. അങ്കിളിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അരവിന്ദ്? ഇല്ല.
വേറെ പ്രശ്നമൊന്നുമില്ല, അപകടനില തരണം ചെയ്തു. അല്ല, നിന്റെ ശബ്ദം എന്താ ഇടറിയ പോലെ ഇരിക്കുന്നെ? ആ അതൊന്നുമില്ല. അച്ഛനിങ്ങനെ ഹോസ്പിറ്റലാവാൻ കാരണം ഞാനല്ലേ, അത് ഓർക്കുമ്പോ വല്ലാത്തൊരു... വിഷമിക്കാതെ അരവിന്ദ്. അങ്കിളിനെ അരവിന്ദ് മാത്രമല്ലല്ലോ കുറ്റപ്പെടുത്തിയ, ഞാനും കുറ്റപ്പെടുത്തിയില്ലേ? ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞും പോയി. ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ അരവിന്ദ്? വേണ്ട വേണ്ട, ഇവിടെ ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഇല്ലേ, ഓടി പിടിച്ചിങ്ങോട്ട് വരാൻ നിൽക്കണ്ട. വിവരങ്ങൾ അപ്പൊ എന്നെ അറിയിക്കണം. ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം. ആ ശരി, ഞാൻ വിളിച്ചേക്കാം. ഓക്കെ. അച്ഛാ, ഞാൻ അങ്കിളിന്റെ കാര്യം അറിയാൻ... മിണ്ടരുത്. നിനക്കൊക്കെ മതിയായില്ലേ? നീ തൃച്ചംബരത്തെ മരുമകളാ. നീയും കൂടെയാ ആ പാവത്തിനെ ഹോസ്പിറ്റലിലാക്കിയത്. അമ്മയ്ക്കും മക്കൾക്കും കുടുംബ ബന്ധങ്ങൾക്കും ഇടയിൽ കിടന്ന് നട്ടം തിരികെയാ ആ പാവം മനുഷ്യൻ. ആരെ തള്ളണം ആരെ കൊള്ളണം എന്ന ധർമ്മസങ്കടത്തിൽ ഒരു കുടുംബത്തിന്റെ നായകത്വം വഹിക്കുന്ന ആ അച്ഛന്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. വേണ്ട, എല്ലാം എനിക്കറിയാം. മക്കളുടെ മുന്നിൽ പിടിവാശിക്കാരിയായ അമ്മയെ കുറ്റം പറയാതിരിക്കുന്നത് അയാളുടെ ഉന്നതമായ സംസ്കാരമാണ്, തറവാടിത്തം. അല്ലാതെ അയാളെ എല്ലാവരും കൂടെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ക്രൂരതയാണ്. സത്യസന്ധമായ ജീവിതശൈലിയും നന്മ നിറഞ്ഞ മനസ്സുമായാണ് തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ ജീവിക്കുന്നത്. എല്ലാവരെയും അയാൾക്ക് അത്രയ്ക്കിഷ്ടമാണ്. അയാളുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് മാത്രമാണ് ഭാര്യ മരിച്ചു എന്ന വാർത്ത ഉൾക്കൊള്ളാനാവാതെ അയാളുടെ മാനസിക നില തകരാറിലായത്. ആ അവസ്ഥ കണ്ടു മാത്രമാണ് ഞാൻ ഇവിടെ ഇത്ര നാൾ നിന്നതും. അല്ലാതെ ഗർഭിണിയായ എന്റെ മകൾക്ക് സംരക്ഷണം തരാനാണെന്ന് കരുതിയോ? ആ മനുഷ്യന്റെ മനോനില പഴയതുപോലെ ആയിക്കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് നീ എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ വീണ്ടും ഹോസ്പിറ്റലിലാക്കിയത്. ദുശാസനെ പോലെ അട്ടഹസിക്കാനും ദുർവാസാവിനെ പോലെ ശപിക്കാനും എല്ലാവർക്കും കഴിയും. പക്ഷേ മനുഷ്യൻ എന്താണെന്ന് അറിയാനാണ് പ്രയാസം. മനുഷ്യനെ തിരിച്ചറിയണമെങ്കിൽ സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ടാവണം. എന്റെ മകൾക്കതില്ലാതെ പോയതിൽ ഈ അച്ഛന് മനസ്താപമുണ്ട്. നന്ദന, നിന്നെ ഇവിടേക്ക് കല്യാണം കഴിച്ച് അയച്ചപ്പോ നിന്റെ പാകതക്കുറവ് കൊണ്ടോ ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ഞങ്ങൾ അമിത ലാളന കാണിച്ച് വളർത്തിയതുകൊണ്ടോ ആണെന്ന് തോന്നുന്നു. നീ ആദ്യകാലത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തൃച്ചംബരത്ത്. അതിന് നിന്റെ അമ്മയും സപ്പോർട്ട് നിന്നിട്ടുണ്ട്. അന്നൊന്നും ആ മനുഷ്യൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നെയോ നിന്റെ അമ്മ മഹേശ്വരിയോ വിളിച്ച് മകളെ നേരെ ചൊവ്വെ വളർത്തണമായിരുന്നു എന്ന് പോലും പരാതി പറഞ്ഞിട്ടില്ല. വളർത്തു ദോഷമാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും മൗനം പാലിച്ചത് അദ്ദേഹം ഒരു നല്ല അച്ഛനായതുകൊണ്ടാണ്. പലപ്പോഴും നിന്നെ നന്ദന എന്നല്ല വിളിച്ച് അദ്ദേഹം സംബോധന ചെയ്തത്, മോളെ എന്ന് വിളിച്ച. മക്കൾ അവരുടെ അപ്പപ്പോഴുള്ള വിജയത്തിന് വേണ്ടി അച്ഛനമ്മമാരെ തള്ളിപ്പറഞ്ഞേക്കാം. പക്ഷേ വന്നു കയറിയ മരുമകൾ അതിന് കൂട്ടുനിൽക്കരുത്. തിരുത്തണം. തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മോളെ, വന്നു കയറുന്ന മരുമകളുടെ മനസ്സാ ഒരു കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നിശ്ചയിക്കുന്നത്. എന്റെ മോൾക്കത് കഴിയും. അച്ഛനത് ഉറപ്പാ.
നീ എന്താ പ്രിയങ്ക എത്ര ആലോചിക്കുന്നത്? അല്ല ശ്രീയേട്ടാ, ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അഖില ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചില്ലല്ലോ. എങ്ങനെ പ്രതികരിച്ചാലും അഖിലയെയും തൃച്ചംബരത്തെയും നശിപ്പിക്കുവാനുള്ള നമ്മുടെ യുദ്ധം അനുസ്യൂതം തുടരുക തന്നെ ചെയ്യുമെന്ന് അഖിലയ്ക്ക് നന്നായിട്ടറിയാം. അതൊന്നും ആയിരിക്കില്ല. അഖിലയുടെ മൗനം എപ്പോഴും അപകടമാണെന്ന് ഓർക്കണം. അഖില നമുക്കെതിരെ എന്തെങ്കിലും വലിയൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടാകാം. നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. എന്തായാലും അഖിലയെ പിടിച്ച് കുറച്ചു ദിവസം തടവിലിടാൻ കഴിഞ്ഞല്ലോ. അതോടെ അഖില ഒന്ന് തളർന്നു. എന്റെ പ്രിയങ്കെ, അഖില അങ്ങനെ തളരുന്ന കൂട്ടത്തിൽപ്പെട്ടതൊന്നും അല്ല. ആ സ്ത്രീ ഒരു അപൂർവനോ. ഏതൊരു കൊടുങ്കാറ്റിലും കടപുഴകാത്ത വടവൃക്ഷമാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നാഗമഠത്തുകാർക്ക് മാത്രമേ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഒരു കാർ വരുന്നുണ്ടല്ലോ. അത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നത്തിന്റെ പിറകെ അലയുന്ന മറ്റൊരു വിചിത്ര ജീവി, തൃച്ചംബരത്തെ വിലാസിനി. അകറ്റി നിർത്തിയാൽ അപകടകാര്യം. അതുകൊണ്ട് ഈ മാരണത്തെ നമ്മൾ കുറച്ചൊക്കെ സഹിച്ചേ പറ്റൂ. ആന്റി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ദേ ആന്റി കൺമുമ്പില്. ഞാൻ ദേവതയൊന്നും അല്ല. നീ മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. വിലാസിനി ആന്റി ദേവതയൊന്നുമല്ല, കോസല രാജ്യം കലക്കിയ മന്ദരയുടെ പുനർജന്മമാണെന്ന് എല്ലാവർക്കും അറിയാം. ആന്റി വിശേഷങ്ങളൊക്കെ പറ. അത് പറയാനാണല്ലോ വന്നത്. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ വീണ്ടും ഹോസ്പിറ്റലിൽ. ഹാർട്ട് അറ്റാക്കാ? ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നാമത്തെ അറ്റാക്കാ. ആള് മരിച്ചു കാണും. ഏയ്, മരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്തിരി സീരിയസാ. അഖിലാണ്ടേശ്വരി ഉടനെ വിധവാപ്പട്ടം അണിയോ? അതാ എനിക്കറിയേണ്ടത്. അതൊന്നും പറയാൻ പറ്റില്ല പ്രിയങ്കെ. ശിവരാമകൃഷ്ണൻ മരണദൂതന്റെ സ്വർഗരഥത്തിൽ കയറി പറന്ന ചിറകറ്റ പക്ഷിയെ പോലെയാവും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഒറ്റപ്പെട്ട പക്ഷിക്ക് നേരെ അമ്പെയ്യാൻ വേടൻ എളുപ്പോ. മാനിഷാദ പാടാൻ കവികളാരും വരികയില്ല. എന്തായാലും ആ പക്ഷി ഇപ്പൊ മരപ്പൊത്തിൽ മുട്ടയിട്ട് ഇണയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഹോസ്പിറ്റലിൽ മൂങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. കരയുന്നോ? ആര്? അഖിലയോ? അതെ. അഖില ഹോസ്പിറ്റലിലാവുമ്പോ തൃച്ചംബരത്ത് വിളയാടാൻ സുവർണ അവസരമാ. ആന്റി, ഈ ഒരു ഗ്യാപ്പിൽ തൃച്ചംബരത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പ്രിയങ്കെ? ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് തൃച്ചംബരത്ത് അത് നടപ്പാക്കണം. ഇത് ഞാൻ നടപ്പാക്കും. ഓ എന്റെ പ്രിയങ്കേ, ഇത് സക്സസ് ആയ അവിടെ നടക്കുന്ന പുകില് അത് കണ്ടു തന്നെ അറിയണം. സക്സസ് ആയാലല്ല, സക്സസ് ആവണം. സക്സസ് ആകും. ഓക്കേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ടോ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓ താങ്ക് യു. ശിവരാമൻ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞോ കല്യാണി? കൂടുതലൊന്നും അറിയില്ല സുജാതേച്ചി. ഒബ്സർവേഷനിലാണെന്ന് മാത്രം അറിഞ്ഞു. ദൈവം ഒന്നും വരുത്തില്ല കല്യാണി. അത്രയ്ക്കങ്ങ് സങ്കടപ്പെട്ട മനുഷ്യനാ ശിവരാമൻ സാറ്. ഒന്നും ഉണ്ടാവില്ല, ദൈവം കാത്തോളും. ഈ വീട്ടിലെ എല്ലാവരേക്കാളും നിന്നെ മനസ്സിലാക്കുന്ന ആളാ ശിവരാമൻ സാറ്. നിന്റെ കാര്യത്തിലെ അദ്ദേഹത്തിന് ഉത്കണ്ഠയുള്ളൂ.
ഞാനെന്നാ പോയിട്ട് വരാം സുജാതേച്ചി. പോയിട്ട് വാ കല്യാണി.